നമസ്കാരം. ഞാനിന്നിവിടെ പ്രവചിക്കാൻ പോണത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് മീനമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ വിളയിക്കുന്നതിനും അതുമൂലം ധാരാളം പണം ലഭ്യമാകുന്നതിനും സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ബഹുമാന നീതി പീഠങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, പരമോന്നത നീതിപീഠങ്ങളിലും മറ്റു നീതിപീഠങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഏറെ സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കേണ്ട സാധ്യതയുണ്ട്, പ്രൊമോഷൻ ലഭിക്കേണ്ട സാധ്യതയുണ്ട്. വക്കീൽ ജോലി ചെയ്യുന്നവർക്ക് കേസുകൾ ധാരാളം ലഭിക്കാം. അവർ വാദിക്കുന്ന കേസുകൾ ജയിക്കാനുള്ള സാധ്യതയും കാണുന്നു. ജഡ്ജിമാർക്കും കൂടുതൽ ഗുണകരമായ മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാരിൽ മറ്റ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും, സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഗുണകരമായ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ജ്യോതിഷം ഉപജീവനമാക്കിയവർക്കും അത് തൊഴിൽ ഒരു സേവനമാക്കിയവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാകുന്നു ഇത്. നാട്ടുവൈദ്യന്മാർക്കും ഒറ്റമൂലി മരുന്ന് ഉണ്ടാക്കി ഉപജീവനം നടത്തുന്നവർക്കും എല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. മിക്ക രീതിയിലുള്ള വ്യാപാരികൾക്കും വ്യവസായികൾക്കും വളരെ ഗുണപ്പെട്ട സമയമാണ്. സ്പോർട്സ്, സംഗീതോപകരണം മുതലായവ വിൽക്കുന്നവർക്കും നിർമ്മിക്കുന്നവർക്കും ഈ മാസം ലാഭം പ്രതീക്ഷിക്കാം. റവന്യൂ പരമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക്, അതായത് CA MBA മുതലായിട്ട് പാസ്സായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്കും അതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്ഥാപനം നടത്തുന്നവർക്കും വളരെയേറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത്. മൃഗചികിത്സ നടത്തുന്നവർക്കും വേണ്ടുന്ന ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. സ്വർണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണകരമായ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ സ്വർണ്ണ ബിസിനസ് നടത്തുന്നവർക്ക്, ജുവലറികൾ നടത്തുന്നവർക്കും ഗുണകരമായ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. പോലീസ്, സൈന്യം മുതലായ ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഗുണകരമായ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. ഭരണ നേതൃത്വത്തിലുള്ളവർക്കും ഈ നേട്ടം പ്രതീക്ഷിക്കാം. ഭരണ നേതൃത്വത്തിലുള്ളവർക്ക് MLA, MP, മന്ത്രിമാരെല്ലാവർക്കും വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. ഗൃഹോപകരണം നിർമ്മിക്കുന്നവർക്കും അത് കച്ചവടം ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം ഗുണകരമായ ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് ഗുണകരമായ ഒരു സമയമാണ്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്കും വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ എൻജിനീയറിംഗ് പഠിച്ചിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ പ്ലേസ്മെൻറ്റ് നടന്നിട്ട് ജോലിക്ക് കാത്തിരിക്കുന്നവർക്കും ഈ മാസം ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങളാണ്. അതുപോലെ സ്വന്തം ബാങ്കർ സ്ഥാപനം നടത്തുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. ഞാനിനി ഗുണഫലങ്ങൾ, ഈ പ്രവചിച്ച ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങളെയാണ് ഞാനിനി പ്രവചിക്കുന്നത്. വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക്, അതായത് ഭരണി നക്ഷത്രക്കാർ വീട് പണിയുകയാണെങ്കിൽ, അവർക്ക് വീട് നിർമ്മിക്കുകയാണെങ്കിൽ അവർ ഓരോ ഘട്ടവും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. സാമ്പത്തിക നഷ്ടം വരാതെ നോക്കണം. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കേണ്ട ഒരു സാധ്യത കാണുന്നു. ദൈവാധീനം കുറയേണ്ട സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. വിവാഹമോ വിവാഹ നിശ്ചയമോ ആ തീയതിക്ക് വേണ്ടി ഒരു തീയതി കുറിക്കുമല്ലോ, ആ തീയതിയിൽ മാറ്റിവെക്കേണ്ട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് ഇനി കല്യാണം വേണ്ടാന്ന് വയ്ക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഭരണി നക്ഷത്രക്കാർക്ക് ഏതിനും ഇറങ്ങിത്തിരിച്ചാൽ, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യത കാണുന്നു. അതുപോലെ തന്നെ മേലധികാരികളുടെ അനിഷ്ടത്തിന്, അവരുടെ കോപത്തിന് പാത്രമാകാനുള്ള സാധ്യത കാണുന്നു. തസ്കരന്മാർ പലതും നിങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാധ്യത കാണുന്നു. പല രോഗങ്ങളും നിങ്ങളെ വേട്ടയാടാം. ചില ഭരണി നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്കായിരുന്നാലും പൊതുപ്രവർത്തകർക്കായിരുന്നാലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തപ്പെടാം, ഡിമോഷൻ അവർക്ക് ലഭിക്കാം. ഹൃദയത്തിന് അസുഖമുള്ളവർക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ചില ഭരണി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം വരാം. ഫീസ് അടയ്ക്കാനുള്ള കാലതാമസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാലതാമസം വന്നിട്ട് വിദ്യയ്ക്ക് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി എല്ലാം ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ആക്രമണം പ്രതീക്ഷിക്കാം, ജാഗ്രത പുലർത്തുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾക്ക്, അതായത് പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്.
ഇനി 29/3/2025 മുതൽ 7.5 ശനിക്കാലമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.